ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഉലുവ കഞ്ഞിയാണ്. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ചേരുവകൾ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് ചേരുവകൾ വെച്ച് ഉണ്ടാക്കുന്ന ഉലുവ കഞ്ഞിയാണിത്. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് ടിപ്സും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. കർക്കിടക മാസത്തിലുണ്ടാക്കുന്ന ഈ ഉലുവ കഞ്ഞി ഒരുപാട് ഹെൽത്തിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1/4 കപ്പ് ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ തന്നെ നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിലിടണം. ഉലുവ ഞാനിവിടെ 3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചധികം നേരം കുതിർക്കണം. ഞാനിത് ഓവർനൈറ്റാണ് കുതിർക്കാനായിട്ട് വെക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെയാണ് വേവിക്കാനായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പം കുതിർക്കാൻ യൂസ് ചെയ്യുന്ന വെള്ളം നല്ല വെള്ളം എടുക്കുക. രാത്രി നമ്മളിത് കുതിർക്കാനായിട്ട് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നന്നായി കുതിർന്ന് കിട്ടും. ഇനി നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിത് കുക്കറിനകത്താണ് വേവിക്കുന്നത്. 1/4 കപ്പ് ഉലുവയ്ക്ക് 1 കപ്പ് അരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം കുറച്ച് വലിയ കുക്കർ എടുക്കുക. ഞാനിവിടെ 4.5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഉലുവ നമ്മൾ കുതിർക്കാൻ യൂസ് ചെയ്ത വെള്ളത്തോടെ തന്നെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് തീ കൂട്ടി വയ്ക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം തീ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് അരിയെല്ലാം കഴുകി റെഡിയാക്കി വെക്കാം. ഞാനിവിടെ നവര അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ അരി ഇല്ല എങ്കിൽ പായസം റൈസ് എടുത്താലും മതി. ഉലുവ കഞ്ഞി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല അരിയാണ് നവര റൈസ്. ഒരുപാട് ഹെൽത്തിയാണ് ഈ അരി. അപ്പം ഇത് ഇല്ല എങ്കിൽ മാത്രം പായസം റൈസ് എടുക്കാം. ഈ കാണുന്നതാണ് പായസം റൈസ്. അപ്പം ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇതൊന്നും ഇല്ല എങ്കിൽ പച്ചരി എടുത്താലും മതി. തവിട് കൂടുതലുള്ള അരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി അരിയും നല്ലപോലെ കഴുകിയെടുക്കണം. 4-5 പ്രാവശ്യം കഴുകിയെടുക്കേണ്ടി വരും. ഞാനിതിവിടെ ഇപ്പം നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. കുക്കർ നേരത്തെ 1 വിസിൽ വന്നപ്പം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമ്മൾക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. ഉലുവയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകിയെടുത്ത നവര അരിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കപ്പ് ഉലുവയ്ക്ക് 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 3 കപ്പ് വെള്ളമായിരിക്കും വേണ്ടി വരിക. ഇനി ഉലുവയ്ക്കകത്ത് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് തിളയ്ക്കുമ്പോൾ പുറത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിനകത്തോട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇത് 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നമ്മളിതിനകത്ത് 1/4 കപ്പ് ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീരെ കയ്പ്പ് കാണത്തില്ല. നമ്മുടെ ഉലുവ കഞ്ഞിക്ക് കുറച്ച് കയ്പ്പുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നുള്ളവരാണെങ്കിൽ 1/2 കപ്പ് ഉലുവ വരെ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ഉലുവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇതിവിടെ 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാനിതിവിടെ ഓഫ് ചെയ്തിടുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ സമയം കൊണ്ട് ഇതിനകത്തോട്ട് വേണ്ട തേങ്ങാപ്പാൽ പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് 1-ാം പാലും 1/4 കപ്പ് 2-ാം പാലുമാണ് വേണ്ടത്. അപ്പം 1-ാം പാലിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2-ാം പാലിന് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ കയ്പ്പ് നമ്മൾ തീരെ അറിയാതിരിക്കുക. ഇപ്പം തേങ്ങാപ്പാൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. 1/2 കപ്പ് 1-ാം പാലും 1/4 കപ്പ് 2-ാം പാലും റെഡിയായിട്ടുണ്ട്. 2 വിസിൽ വന്ന കുക്കറിൻ്റെ സ്റ്റീമെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. നമ്മൾക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. അരിയെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. ഈ ഒരു പാകത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനായിട്ട് ഫ്ലെയിം ഒന്നും കൂടെ ഓൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മളിപ്പോഴും ഇതിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. 1/4 കപ്പ് 2-ാം പാൽ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ജീരകം ചതച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകം കല്ലിൽ വെച്ച് ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മളിതിൻ്റെ കയ്പൊന്നും തീരെ അറിയത്തില്ല. ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഞാനിവിടെ ഇളക്കുന്നത് കൊണ്ടാണ് ഇത് തിളയ്ക്കുന്നത് അറിയാത്തത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾക്കിത് കഴിക്കാം. ഇനി എന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾക്കിനി ഒരു കാര്യം കൂടെ ഇതിനകത്തോട്ട് ചെയ്യാനുണ്ട്. അപ്പം വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഇത് കഴിക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെ ടേസ്റ്റി ആക്കാനായിട്ട് ഞാൻ ഇതിനകത്തോട്ട് നെയ്യിൽ കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റിയൊന്നിടുന്നുണ്ട്. വലിയവർക്കുള്ളതാണെങ്കിൽ ഇതിനകത്ത് നെയ്യ് ആഡ് ചെയ്യണമെന്നില്ല.
അപ്പം കുറച്ച് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത്രയും ആയാൽ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം, അങ്ങനെയും കഴിക്കാം. ഇനി ഇതിനകത്തോട്ട് ഉള്ളി മൂപ്പിച്ചിടാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞത് 1/4 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏതാണ്ട് ബ്രൗൺ കളർ ആകുന്ന രീതിയിൽ വേണം വഴറ്റാനായിട്ട്. ഇപ്പം ഇത് നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നേരെ ഉലുവ കഞ്ഞിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഉലുവ കഞ്ഞി കർക്കിടക മാസത്തിലെ 7 ദിവസമെങ്കിലും നമ്മൾ കഴിക്കണം. അസുഖങ്ങൾ വരാതിരിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാസത്തിലെ ഉലുവ കഞ്ഞി കുടിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്